ഹായ് ഓൾ, ഇന്ന് ഞാൻ എൻ്റെ ആമസോൺ ഓർഡർ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. എനിക്കിന്ന് 4 ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ 4 ഞാൻ ഇന്ന് പ്രിന്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. പ്രിന്റിന്റെ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇൻവോയ്സും അഡ്രസ്സും ഒറ്റ ഷീറ്റിൽ തന്നെ പ്രിന്റ് എടുക്കുന്നത്. ഇതുപോലെ 4 ഓർഡറിന്റെയും കട്ട് ചെയ്ത് മാറ്റി വെക്കും. ഞാൻ ഓൾറെഡി വർക്കിംഗ് ആയതുകൊണ്ടും അതാത് ദിവസം വരുന്ന ഓർഡേഴ്സ് പ്രിന്റ് ചെയ്ത് അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് ഇല്ലാത്തതുകൊണ്ടും ഞാൻ 2 ഡേ ഡെലിവറിയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അതായത് ഓർഡർ വന്ന ശേഷം 2 ദിവസത്തിനുള്ളിൽ നമ്മൾ പാക്ക് ചെയ്താൽ മതിയാവും. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ബോക്സ് റെഡിയാക്കണം. ആ ബോക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് ബോക്സിന്റെ സെറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 4 എണ്ണ എടുക്കുന്നുണ്ട്. അങ്ങനെ ബോക്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 ബോക്സസ് ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഞാൻ എൻ്റെ ഓർഡേഴ്സിൻ്റെ കൂടെ ഒരു ചെറിയ കീ ചെയിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു സമ്മാനം കിട്ടുന്ന നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമില്ലേ. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ കീ ചെയിൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കസ്റ്റമറിന് നമുക്ക് റിവ്യൂ ഇടാനായിട്ട് ചിലപ്പോൾ തോന്നിയാലോ അങ്ങനെ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് നമ്മൾ ആ കീ ചെയിൻ ആഡ് ചെയ്യുന്നത്. കാരണം ആമസോണിൽ സെല് ചെയ്യണമെങ്കിൽ നമുക്ക് റിവ്യൂസ് അത്യാവശ്യമാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു 1 ഇയർ ആയിട്ടാണ്, ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 1 ഇയർ ആയിട്ടാണ് ഞാനിപ്പം സെല് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം ഞാൻ അത്ര ഫോക്കസ്ഡ് ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ ടൈം കിട്ടുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലാതെ അതിന് ഫുൾ ടൈം ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സെയിൽ അങ്ങനെയൊന്നുമില്ല. എന്നാലും 1 ഇയറിൻ്റെ ഉള്ളൊരു 1,25,000 സെയിൽസ് എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിഷ്യലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ടോയ്സ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് സ്വിച്ച് ചെയ്ത് കിച്ചൺ ഐറ്റംസിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ടോയ്സ് പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്, കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് തൽക്കാലം ടോയ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട്, പിന്നെ അതിന് കോമ്പറ്റീഷനും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ടോയ്സ് ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഈ റീസെൻ്റായിട്ടാണ് കിച്ചൺ ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്തത്. കിച്ചൺ ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്കങ്ങനെ റിവ്യൂസ് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓർഡേഴ്സ് എല്ലാം ഭയങ്കര കുറവാണ്. പിന്നെ ഞാനതിൽ ഒരുപാട് ടൈമൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അതെനിക്ക് കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഓഫീസ് ടൈം കഴിഞ്ഞ് വന്നിട്ട് പാക്ക് ചെയ്യണ കാര്യമായിട്ട് പറഞ്ഞത്. പ്രിൻ്റെല്ലാം എടുത്ത് കട്ട് ചെയ്ത് പിന്നെ സാധനങ്ങളെല്ലാം അതിൽ വെച്ചിട്ട് ഞാനിങ്ങനെ പാക്ക് ചെയ്ത് എടുക്കും. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനിത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് പോകും കേട്ടോ. അപ്പം ആമസോണിൻ്റെ ആൾ വന്ന് അത് പിക്ക് ചെയ്തിട്ട് പൊക്കോളും. നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആമസോൺ സെല്ലിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരാം, അല്ലെങ്കിൽ ഞാനതിനൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ, പിന്നെ കാണാം.